സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ സുരേഷ് ഗോപിക്കെതിരെ ഒരു വീഡിയോ പ്രചരിക്കുകയാണ്. തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി കലിംഗ് സൗഹൃദ ചർച്ച എന്ന രീതിയിൽ ചെറിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു വൃദ്ധൻ സുരേഷ് ഗോപിക്ക് സമീപം എത്തി തൻ്റെ ഒരു പരാതി, തൻ്റെ എന്തോ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അദ്ദേഹത്തിന് നൽകാൻ ശ്രമിക്കുക. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു. ഇപ്പോൾ അത് ഇടത് സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്ലാറ്റ്ഫോമുകളിലും വലിയ രീതിയിൽ തന്നെ അത് പടർന്നു പിടിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഒറ്റ ചോദ്യം: ഈ കേരളത്തിൽ 19 മറ്റ് എംപിമാരുണ്ട്. അതിലേതെങ്കിലും ഒരു എംപിയുടെ സമീപത്ത് ഇന്നലെ കണ്ട കാഴ്ച നടക്കുമോ? കാരണം ഈ ഒരു എംപിയുടെ അടുത്തെത്താൻ പോലും കഴിയുമോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നോക്കാം. അങ്ങനെ ഒരു എംപിയുടെയോ മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കാല് പിടിച്ച് അവരുടെ ലെറ്റർ പേഡുമായി മാത്രമായിരിക്കും ഇത്തരം ഒരു നേതാവിന്റെ അടുത്തെത്താൻ കഴിയുക. കോൺഗ്രസ് പാർട്ടിയും അതാണ്. ഈ കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ടും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സമീപത്ത് ആ പരാതിക്കാരൻ തന്റെ ആവശ്യവുമായി എത്തി. അപ്പോൾ അദ്ദേഹം അത് പറ്റില്ല, തന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന് ആ സമയം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രേക്ഷകർ തന്നെ പലർക്കും അനുഭവം കാണും. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് സമീപിക്കുകയാണ് ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്. ഉടനെ പറയും, അദ്ദേഹം പറയും, ചിരിച്ചുകൊണ്ട് പറയും, നടത്തിത്തരാന്ന് പറയും. നടത്തിത്തരാന്ന് പറഞ്ഞ് പിന്നെ വിളിക്കൂ, കുറെ നാൾ അദ്ദേഹത്തിന്റെ പുറകെ ഓട്ടിക്കും, ഫോൺ എടുക്കാതിരിക്കും. പിന്നീട് വലിയ നമുക്കറിയാം പറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം നടത്തും. അങ്ങനെ അതിനേക്കാൾ ഒരു പരാതിക്കാരൻ വരുമ്പോൾ, ഒരു ആവശ്യമുള്ള ഒരു വ്യക്തി വരുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല, അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വഴി തേടാമല്ലോ. മറ്റത് ഈ വില്ലേജ് ഓഫീസിൽ സാധാരണക്കാരൻ ഇറങ്ങി കയറുന്നത് പോലെ തന്നെ അവരെ നടത്തിക്കുന്ന ഒരു പതിവാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ രീതിയായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ എനിക്ക് കഴിയില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു വഴി തേടാൻ കഴിയും. അങ്ങനെ ഒരു നീക്കമായിരുന്നു ഇന്നലെയും ഉണ്ടായത്. പക്ഷെ അതിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പറയുകയാണ് തൃശ്ശൂരിന് തെറ്റുപറ്റിയെന്ന്. ഇപ്പോൾ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും എന്ത് പ്രശ്നം നടന്നാലും അത് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. തൃശ്ശൂരിലെ എം പി മറുപടി പറയണം, അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ എം പിയാണ് ഇതിനെല്ലാം കാരണം എന്ന രീതിയിലുള്ള നിരന്തരം പരാമർശം, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർച്ചയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് പരിഗണിക്കാം, ഇദ്ദേഹം ആർക്കും സഹായം ചെയ്യാത്ത ഒരു എം പി ആണോ? അദ്ദേഹം സഹായം ചെയ്തത് കൊണ്ടാണ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ ലോക്സഭാ ചരിത്രത്തിൽ ആദ്യമായി എന്തുകൊണ്ട് BJP ജയിച്ചു അത് ചോദിക്കുമ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നു. അങ്ങനെ 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോയില്ല. അവിടെ തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചത്. അതൊന്നും കണ്ണു തുറന്ന് കാണാതെ ചില ദൃശ്യങ്ങളും പകർത്തി അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. ഇതിനു മുൻപ് നാം കണ്ടതാണ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹത്തിന് പോലും നട്ടലില്ല അത് പരാതിയുമായി രംഗത്ത് പോകാനോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരാതിയുമായി വരൂ, തെളിവുകൾ ഉണ്ടെങ്കിൽ പരാതിയുമായി വരൂ എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിച്ചതൊക്കെ ഇവിടെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണ്. പറയുകയാണ്, നൂറുകണക്കിന് കള്ള വോട്ടുകൾ ചേർത്ത് സുരേഷ് ഗോപിയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി, തൃശ്ശൂരിലെത്തി വോട്ട് ചെയ്തു. അങ്ങനെ വലിയ പരാമർശങ്ങൾ. പിന്നീട് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പരാമർശം, അദ്ദേഹത്തിനെ കാണാനില്ല എന്ന പരാമർശങ്ങൾ, വിവാദങ്ങൾ, അങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതിയാണ്. ഇപ്പോൾ അവസാനമാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു എം പി വരട്ടെ, അല്ലെ ഒരു മന്ത്രി വരട്ടെ. നമ്മുടെ നാട് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണല്ലോ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, കമ്മ്യൂണിസം പറയുന്ന, സോഷ്യലിസം പറയുന്ന ഒരു സർക്കാരാണല്ലോ. എത്ര മന്ത്രിമാർ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കും? അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി അത്തരം രീതികൾ പിന്തുടരുന്നിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ നോക്കൂ, എം പിയുടെ അടുത്തെത്താൻ കഴിയുമോ? ഇപ്പോൾ തിരുവനന്തപുരം പരിശോധിക്കും. തൃശ്ശൂർ ശശി തരൂർ എന്ന ഒരു എം പി ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തെത്തി ഇങ്ങനെ പരാതി നൽകാൻ കഴിയുമോ? അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലേ പരാതി നൽകാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. പരാതികൾ നൽകാൻ കഴിയില്ല. ഇത് പരാതികൾ നൽകാൻ കഴിയുന്നു, തന്നെ കൊണ്ടാകുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹം പരിഹരിക്കും. അതിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയുകയാണ്. അതിനെ വിമർശിക്കുക, അത്തരം ദൃശ്യങ്ങൾ പകർത്തുക, അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ
ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം, അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ നടക്കുകയാണ്, വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വേറെ ഏത് മണ്ഡലത്തിലാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അവിടെ ശക്ത മാർക്കറ്റ് കോടിക്കണക്കിന് രൂപ മുടക്കി പുതുതായി പണിയുന്നു. അതോടൊപ്പം തന്നെ അവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു. ഈ ഓണക്കാലത്ത് തന്നെ തൃശ്ശൂരിലെ പുലിക്കളിയുമായി ബന്ധപ്പെട്ട് 24 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അതോടൊപ്പം തന്നെ ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അങ്ങനെ കേരളത്തിന്റെ ഓരോ ആവശ്യങ്ങളും അദ്ദേഹം കണ്ടറിഞ്ഞ് ജനങ്ങളെ പരിഹരിക്കുന്നു. അങ്ങനെ ഇത്തരം ആഘോഷങ്ങൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് എത്ര പേർക്കാണ് ഇപ്പോൾ വീട് വെച്ച് നൽകുന്നത്? ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഏറ്റവും അവസാനം ഞാൻ കണ്ടത് ഒരു കോഴിക്കോട് ഒരു ജില്ലയിലാണ്. ഒരു കുടുംബത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നു. അങ്ങനെ നിരന്തരം നൽകുന്ന ഒരു മനുഷ്യനെ തുടർച്ചയായി തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. അത് നാം ഈ 2024 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടിരുന്നു. അദ്ദേഹത്തെ ചില കേസുകൾ മാധ്യമപ്രവർത്തകർക്ക്, ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കേസ് വരുന്നു. അതോടൊപ്പം തന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മേൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ മറ്റൊരു കിരീടം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായത് കൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അദ്ദേഹത്തെ ഭൂരിപക്ഷത്തിന് അവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയില്ലാത്ത റഹീമും അതോടൊപ്പം തന്നെ ഈ ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ അങ്ങ് ലോക്സഭയിൽ എത്തി പറയുകയാണ്, അങ്ങ് പാർലമെന്റിൽ എത്തി പറയുകയാണ്, ഞങ്ങൾ തൃശ്ശൂരിലെ തെറ്റങ്ങ് തിരുത്തി കളയുമെന്ന്. ഈ റഹീമിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, എവിടെ നിന്നാലും ദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഈ സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കുന്നത്. കാരണം അദ്ദേഹം തോൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഇപ്പോൾ BJPക്ക് സംഘടനാ സംവിധാനം ഇല്ലെന്ന് പറയാം. അവർക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് പല നേതാക്കൾക്ക് വിജയിച്ചു കയറാൻ കഴിയാത്തത്. ഈ റഹീമിന് പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അവിടെ പോലും ജയിക്കാൻ കഴിവില്ലാത്ത ഈ മനുഷ്യനാണ് സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ പിണറായിയുടെ പെട്ടി പിടിച്ച് നടന്ന ജോൺ ബ്രിട്ടാസാണ്, അദ്ദേഹം പറയുകയാണ്, രാജ്യസഭയിൽ പറയുകയാണ്, ഞങ്ങൾ അടുത്ത തവണ തെറ്റ് തിരുത്തുമെന്ന്. അത് തെറ്റ് തിരുത്തുന്നതാണ് നാം കണ്ടത്. ജനങ്ങൾ തെറ്റ് തിരുത്തുകയാണ്. ആ തെറ്റ് തിരുത്തിയത് കൊണ്ടാണ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. എന്തായാലും ഇത്തരം വിമർശനങ്ങളിലൂടെ അദ്ദേഹത്തെ തകർക്കാൻ, ചില ദൃശ്യങ്ങളുമായി മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി എതിർക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ള MP-മാർ ജനങ്ങൾക്കിടയിൽ വന്നിരിക്കട്ടെ. ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്തതുപോലെ കലുങ്കുകളിൽ വന്നിരിക്കട്ടെ, നാട്ടിലെ ചായക്കടകളിൽ വന്നിരിക്കട്ടെ, ജനങ്ങളോടൊപ്പം വന്നിരിക്കട്ടെ, ആ നാട്ടിലെ കുടുംബശ്രീ യോഗങ്ങളിൽ പങ്കെടുക്കട്ടെ. അത്തരം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് സുരേഷ് ഗോപി എതിർക്കുക. അല്ലാതെ സുരേഷ് ഗോപി ചെയ്യുമ്പോൾ എതിർക്കുക, ഞങ്ങൾ വീട്ടിലിരുന്ന് എതിർക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നിയമസഭയിലെല്ലാം പോകണമല്ലോ, കാരണം അല്ലെങ്കിൽ അത് നിയമ നടപടിക്ക് വിധേയമാകുമല്ലോ. അതും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ ബാധിക്കുമെന്നും അറിയാം. അതുകൊണ്ട് നിയമസഭയിലെല്ലാം കൃത്യമായി പോയി അവിടെ പോയി പ്രസംഗിക്കും, രാജ്യസഭയിൽ പോയി പ്രസംഗിക്കും. ജനങ്ങൾക്കിടയിൽ ഇരുന്ന് പറയൂ, ചായക്കടയിൽ എത്തി പറയൂ, സുരേഷ് ഗോപി ഇത്തരം തെറ്റുകൾ ചെയ്തു, നിങ്ങൾ തിരുത്തണമെന്ന് പറയും. അത് ജനങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഈ TV-ക്ക് മുന്നിൽ കിടന്ന് ഇത്തരം ഗോഷ്ഠികൾ കാണിച്ചെന്ന് പറഞ്ഞ് ജനങ്ങൾ ഇത് വലിയ പരിഗണന നൽകില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.